അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ 6th ചാപ്റ്ററാണ് ലോഹങ്ങൾ. ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് പെട്ടെന്ന് വരുന്ന ലോഹങ്ങളാണ് ഇരുമ്പ്, പിന്നെന്താ അലൂമിനിയം, ഇങ്ങനത്തെ ലോഹങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ എന്തൊക്കെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക? ഈ പിക്ചറിൽ നമ്മൾ സ്വർണം കാണുന്നുണ്ട്, ചെമ്പ് കാണുന്നുണ്ട്. ഇതൊക്കെ ലോഹങ്ങളാണല്ലോ അല്ലേ. സ്റ്റീല് എല്ലാം ഒരുപാട് ലോഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് പണ്ട് കാലം മുതൽ തന്നെ ഈ ലോഹങ്ങളെ കുറിച്ചിട്ട് അറിയാം ആണല്ലോ. നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലോഹയുഗം എന്ന് തന്നെ നമ്മുടെ ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കാലയളവിന്, ശിലായുഗത്തിന് ലോഹങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ശിലകൾ ഉപയോഗിച്ച് വന്നിട്ട് പിന്നെ ലോഹങ്ങളിലേക്ക് എത്തിയ ഒരു കാലഘട്ടം അല്ലേ. അപ്പോൾ അതിനെ ലോഹയുഗം എന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ലോഹങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് മേഖലകളിൽ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആണല്ലോ. ഏതൊക്കെയാ? ഗതാഗത മേഖല, കാർഷിക മേഖല, നിർമ്മാണ മേഖല, സാങ്കേതിക മേഖല, ഉപഭോഗ വസ്തുക്കൾ, ഓരോന്നിനും നമ്മൾ പല രീതിയിലാണ്, പല ടൈപ്പ് ലോഹങ്ങളാണ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗതാഗത മേഖലയിലാണെങ്കിൽ കാറ്, സൈക്കിള്, ബസ്, എല്ലാ ഗതാഗതത്തിനും നമുക്ക് ലോഹങ്ങൾ ആവശ്യമാണ്. അതുപോലെ കാർഷിക മേഖലയിൽ കൃഷി ആയുധങ്ങൾ, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളുണ്ട് അല്ലേ. ട്രാക്ടർ, പിന്നെ അതുപോലത്തെ ഒരുപാട് ആയുധങ്ങളുണ്ടല്ലോ. പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വാഹനങ്ങൾ കൊണ്ടാണല്ലേ. അതുപോലെ കെട്ടിടങ്ങൾ, പാലങ്ങൾ, പൈപ്പുകൾ, നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പാലം പണിതു. അപ്പം അതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണല്ലേ. പിന്നെ സാങ്കേതിക മേഖലയിൽ ഫോണ്, ലാപ്ടോപ്പ്, ഇങ്ങനത്തെ ഉപകരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആഭരണങ്ങൾ, വീട്ടിലുള്ള പാത്രങ്ങൾ, പിന്നെ ഇരുമ്പ് പാത്രങ്ങളുണ്ട്, സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്, അലൂമിനിയം പാത്രങ്ങൾ, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ലോഹങ്ങളുടെ സവിശേഷതകൾ? ഫസ്റ്റത്തേതാണ് സോണോരിറ്റി. സോണോരിറ്റി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മുട്ടി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും അല്ലേ. പിന്നെ മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് പരത്താൻ കഴിയും. പിന്നെ കണ്ടക്ടിവിറ്റി, കറണ്ടിനെയും ഒക്കെ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇലക്ട്രിക് വയറുകളിലൊക്കെ ചെമ്പ് കമ്പികൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതുപോലെ നമ്മുടെ സ്വർണ്ണമാണെങ്കിൽ അതിനൊക്കെ കറണ്ടിനെ പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പരത്തി നൂല് പോലെ ആക്കാൻ കഴിയും ലോഹങ്ങൾ. അപ്പം നമുക്ക് എവിടെ നിന്നാണ് ഈ ലോഹങ്ങൾ കിട്ടുന്നത്? ഭൂമിയുടെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാണ് ലോഹങ്ങൾ. ലോഹങ്ങൾ നമുക്ക് ലോഹമായിട്ടല്ല കിട്ടുന്നത് അല്ലേ. നമുക്ക് പലതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ അത് ആ ഒരു പിന്നെ ലോഹം അടങ്ങിയിട്ടുള്ള ഒരു സംയുക്തത്തിനെയാണ് നമ്മൾ ധാതു എന്ന് പറയുന്നത്. ഭൂനിരപ്പിൽ ലോഹം അടങ്ങിയിട്ടുള്ള സംയുക്തത്തിനെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ധാതുക്കൾ നമുക്ക് കാണാൻ പറ്റും. ഒരു 4 ധാതുക്കളെ കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. അലൂമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കോപ്പറിൻ്റെ ധാതുവാണ് കോപ്പർ പൈറൈറ്റ്സ്. ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ ധാതുവാണ്. അതുപോലെ കലാമിൻ സിങ്കിൻ്റെ ധാതുവാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ധാതുക്കളും നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാണ്. എന്നിട്ട്
ഇതിൽ ലോഹങ്ങൾ ഉള്ളതുണ്ടാവും, അലോഹങ്ങൾ ഉള്ളതുണ്ടാവും. അപ്പോൾ ലോഹ സംയുക്തങ്ങൾ മാത്രമല്ല നമുക്ക് കിട്ടുക, അലോഹങ്ങൾ കിട്ടും. അപ്പോൾ പിന്നെ എന്താണ്, ഇതിനെ നമ്മൾക്ക് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ ലോഹം പിന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് ലോഹം ഏതിലാണ് എന്ന് നോക്കും. അതിനനുസരിച്ചാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് അലൂമിനിയത്തിന് തന്നെ വേറെ ലോഹങ്ങളുണ്ട്. കളിമണ്ണിൽ നിന്നും അലൂമിനിയം കിട്ടും. പക്ഷേ ഈ ബോക്സൈറ്റ് ഉണ്ടല്ലോ, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ഇതൊക്കെ അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ തന്നെയാണ്. എന്നാൽ ഇവയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് അലുമിനിയം കിട്ടൽ ബോക്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക ബോക്സൈറ്റ് ആണ്. ഈ കളിമണ്ണിലൊക്കെ ഒരുപാട് മറ്റുള്ള പദാർത്ഥങ്ങൾ, വേസ്റ്റായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഒരു ലോഹം അതിൽ നിന്ന് വേർതിരിക്കാൻ, പിന്നെ അതിന് ധാതുവിൽ നിന്നിട്ട് ആ ലോഹം വേർതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്തൊക്കെയാണെന്നറിയോ? അത് സുലഭമായിരിക്കണം. സുലഭമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടായിരിക്കണം. പിന്നെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റണം. പിന്നെ ലോഹാംശം കൂടുതലുണ്ടാവണം. അതിൽ ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടാവണം. അതുപോലെ ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം. അത് നമുക്ക് പിന്നെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ ഒരുപാട് ചിലവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം പറ്റും അല്ലേ. അപ്പം ഇങ്ങനെ കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയാലാണ് നമ്മൾക്ക് ലാഭത്തിൽ ആ ലോഹത്തിനെ ധാതുവിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായിട്ടും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, അതിനെയാണ് ആ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ബോക്സൈറ്റിൻ്റെത്, അലൂമിനിയത്തിൻ്റെത് പറഞ്ഞു. ബോക്സൈറ്റിലാണ് ഒരുപാട് ലോഹം ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ കളിമണ്ണിൽ നിന്ന് അലൂമിനിയം കിട്ടും, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു വീട് നിൽക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ലോഹം ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പൊളിച്ച് പിന്നെ അവിടുന്ന് ആ ലോഹം കുഴിച്ചെടുക്കൽ എളുപ്പമുള്ള കാര്യമാണോ? അപ്പോൾ നമ്മളത് ചെയ്യൂല അല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മൾക്ക് ഏതിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായിട്ടും ആ ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്, അതിനെയാണ് ആ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ലോഹങ്ങളും അതിൻ്റെ അയിരുകൾ, രാസസൂത്രങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അലൂമിനിയത്തിൻ്റെ അയിരാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ രാസസൂത്രമാണ് Al2O3 2H2O. അലൂമിനിയം, ഓക്സിജനും ജലത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് അല്ലേ. ഇരുമ്പിൻ്റെതാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. മാഗ്നറ്റൈറ്റിന് Fe3O4ഉം ഹേമറ്റൈറ്റിന് Fe2O3ഉം ആണ് രാസസൂത്രങ്ങൾ. ഇനി കോപ്പർ, ഓരോന്നിൻ്റെയും പേരുകളും അതിൻ്റെ അയിരും രാസസൂത്രവും കാണാതെ പഠിക്കണം. കോപ്പർ പൈറൈറ്റ്സ് CuFeS2, കോപ്പർ ഗ്ലാൻസ് Cu2S, കുപ്രൈറ്റ് Cu2O. ഓക്കെ, അത് മൂന്നും കോപ്പറിൻ്റെതാണ്. കൂന്ന് ഉണ്ടാവും ഫസ്റ്റിൽ അല്ലേ. എല്ലാത്തിനും രാസസൂത്രമാണെന്നുണ്ടെങ്കിലും പേരുകളാണെന്നുണ്ടെങ്കിലും കോപ്പറിൻ്റെത് വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സിങ്കിൻ്റെതാണ് സിങ്ക് ബ്ലെൻഡ് Zns, കലാമിൻ ZnCO3. പിന്നെ ടിന്നാണ് കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോൺ, ഏതെങ്കിലും ഒരു പേര് പഠിച്ചാൽ മതി. SnO2 ആണ് രാസസൂത്രം വരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ലോഹങ്ങളും അതിൻ്റെ അയിരുകളും രാസസൂത്രവുമാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്തത്തിൻ്റെ രൂപത്തിലാണ് പ്രകൃതിയിൽ കാണപ്പെടുക. അപ്പോൾ അവയിൽ നിന്നും നമുക്ക് ശുദ്ധമായിട്ടുള്ള ലോഹം
വേർതിരിച്ചെടുക്കാൻ കുറച്ച് മെത്തേഡുകളുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിനെ വേർതിരിച്ചെടുക്കുക. ആദ്യം അയിരുകളുടെ സാന്ദ്രണം. ഓരോന്നും പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയിരുകളുടെ സാന്ദ്രണമാണ്. അതിനുശേഷം ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കും. എന്നിട്ട് ലോഹം ശുദ്ധീകരിക്കും. അങ്ങനെ 3 സ്റ്റെപ്പുകളാണുള്ളത്. അപ്പം ഇതിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ പേരാണ് ലോഹ നിഷ്കർഷണം. അയിരുകളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. ഈ പ്രക്രിയകളെ മൊത്തത്തിലാണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് അയിരുകളുടെ സാന്ദ്രണം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് അയിരുകളെ ഖനനം ചെയ്തെടുക്കും. ഇതിൽ മണ്ണ്, മണൽ പോലുള്ള ധാരാളം മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാവും. മിക്സ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. ഇതിനെ നമ്മൾ ഗാങ് എന്നാണ് പറയുക. അപദ്രവ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗാങ്. ഈ ഗാങ്ങിനെ നീക്കം ചെയ്തിട്ട് അയിരിലെ ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗാങ്ങിനെ നീക്കം ചെയ്തിട്ട് അയിരിലെ ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പോൾ അയിരിൻ്റെയും ഗാങ്ങിൻ്റെയും സ്വഭാവം അനുസരിച്ചാണ് ഇത് നമ്മൾ ഏത് മെത്തേഡിലാണ് എന്ന് തീരുമാനിക്കേണ്ടത്. അയിര് ചിലപ്പോൾ കനം കൂടിയതുണ്ടാവും, കനം കുറഞ്ഞതുണ്ടാവും, അങ്ങനെ. അപ്പോൾ അതിന് 4 മെത്തേഡുകളിലൂടെയാണ് സാന്ദ്രണം നടത്തുക. ഏതൊക്കെയാണോ അതിൻ്റെ സ്വഭാവം വെച്ചിട്ട് നോക്കിയിട്ട്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, പ്ലവന പ്രക്രിയ, കാന്തിക വേർതിരിക്കൽ, ലീച്ചിങ്, ഇങ്ങനെ 4 മെത്തേഡുകളാണുള്ളത്. ലോഹത്തിൻ്റെ അയിരിൻ്റെ സ്വഭാവം നോക്കിയിട്ട് നമ്മൾ ഇതിൽ ഏത് മെത്തേഡാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുകയാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത ഉണ്ടാവുക എന്നറിയോ? അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാവുമ്പോൾ നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് ഇതിൽ കൂടെ ജലം ഇങ്ങനെ നല്ല ഫോഴ്സിൽ കൊടുക്കും. അപ്പോൾ ഇതിലൂടെ പൊടിച്ച അയിര് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക? ഗാങ് എന്ന് പറഞ്ഞത് വേസ്റ്റാണ് അല്ലേ? അപ്പോൾ ഗാങ്ങിനേക്കാൾ സാന്ദ്രത അയിരിനാണ്. അപ്പോൾ സാന്ദ്രത ഉള്ള ആൾക്കാർ താഴെ വന്ന് കിടക്കും, ഗാങ് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. സാന്ദ്രത കുറവാണല്ലോ. അപ്പോൾ എന്തുണ്ടാവും? ഇതിലൂടെ ഗാങ് പുറത്തോട്ട് പോകും. ഇവിടെ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ ഗാങ് ഇതിലൂടെ പുറത്തോട്ട് പോകും. അയിര് നമുക്ക് ഇതിലൂടെ കിട്ടും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗാങ്ങിനെ അരിച്ചു മാറ്റും. സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കും ചെയ്യും. ഇനി ഇത് ഓക്സൈഡ് അയിരുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്സൈഡ് അയിരുകൾ എന്നാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കണ്ടു അയിരുകൾ എങ്ങനെയാണ് ഓക്സൈഡും സൾഫൈഡും എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കണേ, നമ്മൾക്ക് ഒരു ലോഹത്തിൻ്റെ കൂടെ ഓക്സിജൻ മാത്രമാണുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സൈഡ് അയിര് ആണെന്ന് പറയാം. ഇനി സൾഫൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സൾഫൈഡ് അയിരെന്നും പറയാം. അപ്പോൾ ഓക്സൈഡ് അയിരിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഇത് ഓക്സൈഡ് അയിരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അലൂമിനിയത്തിൻ്റെ കൂടെ ഓക്സിജൻ മാത്രമല്ല ജലവും ഉണ്ട്. അപ്പോൾ അത് ഓക്സൈഡ് അയിരല്ല. അതിനു വേണ്ടിയിട്ട് ഹേമറ്റൈറ്റിൽ എഫിൻ്റെ കൂടെ ഓക്സിജൻ മാത്രമാണുള്ളത്. അപ്പോൾ ഹേമറ്റൈറ്റ് ഓക്സൈഡ് അയിരാണ്. അതുപോലെ ഇതും ഓക്സൈഡ് അയിരാണ്. പിന്നെ ഇവിടെ ഏതാ ഉള്ളത്? Cu2O, ഇതും ഓക്സൈഡ് അയിരാണ്. പക്ഷേ ഇത് പറ്റോ? ഇല്ല. Zn കൂടെ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ അത് പറ്റൂല. SnO2, ഇത് ഓക്സൈഡ് അയിരാണ്. ഇനി സൾഫൈഡ് അയിരുകൾ ഏതാ? സൾഫൈഡ് ഉണ്ടായാൽ മതി, അത് ഒറ്റക്കാവണമെന്നൊന്നുമില്ല. സൾഫൈഡ് അയിര് ഏതാ വരുന്നത്? കോപ്പർ പൈറൈറ്റ്സ് അല്ലേ? കോപ്പർ പൈറൈറ്റ്സ് സൾഫൈഡ് അയിരാണ്. കോപ്പർ ഗ്ലാൻസ് സൾഫൈഡ് അയിരാണ്.
സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, അപ്പം ഇത്രയും ആൾക്കാരാണ് സൾഫൈഡ് അയിരുകളുള്ളത്. ഇപ്പോൾ സൾഫൈഡ് അയിരും പിന്നെ ഓക്സൈഡ് അയിരും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ ചെയ്യുന്നത് സൾഫൈഡ് അയിരുകളെയാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സാന്ദ്രത കുറവ് അയിരിനാണ്, ഗാങ്ങിന് സാന്ദ്രത കൂടുതലും ആയിരിക്കും. അപ്പോൾ അയിരിനാണല്ലോ നമുക്ക് വേണ്ടത്, ഗാങ് എന്ന് പറഞ്ഞത് വേസ്റ്റാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ നമ്മൾ പൈനോയിലും വെള്ളവും ഉപയോഗിച്ച ഒരു മിശ്രിതത്തിലേക്ക് പൊടിച്ച അയിര് ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ല പതപ്പിച്ചിട്ട് അതിനെ ഇളക്കും. വായു നല്ല സ്ട്രോങ്ങിൽ കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ എന്തുണ്ടാവും, ഈ പിന്നെ സാന്ദ്രത കുറഞ്ഞ അയിര് ഈ പതയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിനെ നമുക്ക് ഈ പതന നീക്കം ചെയ്തിട്ട് ഉണക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് അയിര് കിട്ടും. ഈ പിന്നെ ജലത്തിലും പൈനോയിലും കൂടിയുള്ള ഈ മിക്സിലാണ് പിന്നെ ഗാങ് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ സൾഫൈഡ് അയിരുകളാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് കാന്തിക വേർതിരിക്കൽ. കാന്തിക വേർതിരിക്കൽ പിന്നെ എന്താ സിമ്പിൾ പരിപാടിയാണ്. കാന്തം ഉണ്ടാവും, 2 കാന്തിക റോൾ ഉണ്ടാവും. അതിലൂടെ നമ്മൾ പൊടിച്ച അയിരിനെ ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ച അയിരിനെ എങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഗാന്ധിക സ്വഭാവമുള്ള ഘടകം ഏതാണോ, ചിലതിന് ഗാങ്ങിനായിരിക്കും ഗാന്ധിക സ്വഭാവം ഉണ്ടാവുക, ചിലതിന് അതിൻ്റെ അയിരിനായിരിക്കും ഗാന്ധിക സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യാം, ഇവിടെ ഗാന്ധിക സ്വഭാവമുള്ള ഘടകം ഇതിനോട് ചേർന്നിട്ട് ഇവിടെ വന്നു വീഴും. സ്വഭാവം ഇല്ലാത്തത്, സ്വഭാവമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഗാന്ധത്തിനോട് അട്രാക്ഷൻ വരുന്നതല്ലേ. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവേ. ഇപ്പോൾ ഗാന്ധിക സ്വഭാവമുള്ളത് ഇതിൻ്റെ അടുത്ത് വന്ന് വരും, ഗാന്ധിക സ്വഭാവമില്ലാത്തത് ദൂരെയും വന്ന് കിടക്കും. അപ്പോൾ രണ്ടും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്, പിന്നെ എന്താ ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഇരുമ്പ് നമ്മുടെ ഗാന്ധത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഇതിൻ്റെ അയിരിനാണ് കാന്തിക സ്വഭാവമുള്ളത്. അപ്പോൾ അതിൻ്റെ അയിര് ഇങ്ങനെ ഇതിനോട് ഒട്ടി വന്നിട്ട് ഇവിടെ വന്ന് കിടക്കും. ഗാങ്ങിന് കാന്തിക സ്വഭാവം ഇല്ല. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിൻസ്റ്റോൺ. ടിൻസ്റ്റോണിന് അതിൻ്റെ അയിരിന് കാന്തിക സ്വഭാവം ഇല്ല. അപ്പോൾ അയിര് എന്ത് ചെയ്യും, അയിര് വിട്ട് പോയി കിടക്കും അല്ലേ, ദൂരെ പോയി കിടക്കും. പിന്നെ അതിൻ്റെ ഗാങ് ആണെങ്കിൽ അടുത്ത് വന്ന് ചാടും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇതിനെ വേർതിരിക്കുന്നത്. ഓക്കെ, ഇവർ രണ്ടാളുമാണ് ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത മെത്തേഡാണ് ലീച്ചിങ്. ഈ ലീച്ചിങ് എന്ന് പറയുമ്പോൾ പൊടിച്ച അയിര് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ലായകവുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്തുണ്ടാവും, അയിര് അതിൽ ലയിക്കും. എന്നിട്ട് ഒന്നുകിൽ രാസപ്രവർത്തനത്തിന് വിധേയമാക്കും. അങ്ങനെ പിന്നെ ഒരു ലായനിയായിട്ട് മാറും. അതിൽ നമ്മൾ മിക്സ് ചെയ്യുമല്ലോ, ലായകവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ അയിര് അതിൽ ലയിച്ചിട്ട് അത് ലായനിയാകുമ്പോൾ ഗാങ് അതിൽ ലയിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഗാങ് ഇങ്ങനെ അതിൽ ലയിക്കാതെ പൊങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അതിനെ അങ്ങോട്ട് അരിച്ചു മാറ്റിയാൽ മതി. ഇപ്പം നമ്മൾ പിന്നെ ചായപ്പൊടിയും പഞ്ചസാരയും വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ ഇത് പഞ്ചസാര അതിൽ ലയിച്ചു പോകും അല്ലേ. ചായപ്പൊടിയോ നമുക്ക് ഇങ്ങോട്ട് ഊറ്റിയെടുക്കാൻ പറ്റും, അരിച്ചെടുക്കാൻ പറ്റൂലേ. അപ്പോൾ അതുപോലെ നമ്മുടെ പിന്നെ ഗാങ് അതിൽ ലയിക്കൂല. അപ്പോൾ അതിന് നമുക്ക് അരിച്ച് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ പിന്നെ ആ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ
സ്വർണം, വെള്ളി ഇങ്ങനത്തെ ലോഹങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ അയിരുകളെ സോഡിയം സയനൈഡിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡിൻ്റെയോ നേർപ്പിച്ച ലായനിയുമായിട്ട് വായുവിൻ്റെ സാന്നിധ്യത്തിൽ ലയിച്ചിങ് നടത്തിയിട്ടാണ് ഈ ലോഹങ്ങളെ വേർതിരിക്കുന്നത്. ഈ സ്വർണം, വെള്ളി ഇങ്ങനത്തെ ലോഹങ്ങൾക്കൊന്നും അധികം ഗാങ് ഉണ്ടാവില്ല. കുറച്ച് കൂടുതലും സ്വതന്ത്രമായിട്ടാണ് നമ്മുടെ ഭൂമികളിൽ അവർ കാണപ്പെടുന്നത്. ഇനി നമുക്ക് അയിരുകളുടെ സ്വഭാവവും സാന്ദ്രണ രീതിയും എന്നുള്ള കോളം പൂരിപ്പിക്കാനുണ്ട്. നമുക്ക് ചെയ്തൂടെ? അയിരുകൾക്ക് സാന്ദ്രത കുറവും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കൂടുതലും ഉള്ളത് ഏതിനാണ്? അയിരുകൾക്ക് സാന്ദ്രത കുറവുമാണ്, ഗാങ്ങിന് സാന്ദ്രത കൂടുതലുമാണ്. ഏതാണ്? പ്ലവന പ്രക്രിയയാണ് അല്ലേ? ഇനി അയിരിന് ഗാന്ധിക സ്വഭാവമുണ്ട്, അപദ്രവ്യങ്ങൾക്ക് ഗാന്ധിക സ്വഭാവമില്ല. ഏതാണ്? ഗാന്ധിക വേർതിരിക്കലാണ് അല്ലേ? ഇനി അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിക്കുന്നുണ്ട്. അയിരിനെ ഒരു ലായകത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏതാണ്? ലീച്ചിങ്. വെരി ഗുഡ്. ഇനി അയിരിന് സാന്ദ്രത കൂടുതലാണ്, അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് അല്ലേ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള മെത്തേഡ്. ഈ ഒരു ബോക്സ് പൂരിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ.